ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവിൽ ഇപ്പോൾ ക്യാപ്റ്റൻസി നോമിനേഷൻ ആട്ടോ നടന്നിരിക്കുന്നത്. 3 പേരാണ് പ്രതീക്ഷിക്കാതെ ക്യാപ്റ്റൻസിയിലേക്ക് എത്തി നിൽക്കുന്നത്. ആ 3 പേര് ആരൊക്കെയാന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം ക്യാപ്റ്റൻസി നോമിനേഷനിൽ 3 സ്ത്രീകൾ വരുന്നത്. സ്ത്രീകൾ ആരെങ്കിലും ആയിക്കോട്ടെ, അടുത്ത ആഴ്ചയിലെ ക്യാപ്റ്റൻ എന്ന് മറ്റു കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടി അവിടെ തീരുമാനിച്ചു. അങ്ങനെ 10ാം ആഴ്ചയിലെ ക്യാപ്റ്റൻസിയിലെ സ്ത്രീകളാണ് ക്യാപ്റ്റനായിട്ട് വരാൻ പോകുന്നത്. ആദില, ലക്ഷ്മി, ജിസേൽ എന്നീ 3 പേരെയാണ് കുടുംബാംഗങ്ങൾ ഓരോരുത്തരുമായിട്ട് ക്യാപ്റ്റൻസിക്കായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ 3 പേർക്കുമുള്ള ടാസ്ക് ബിഗ് ബോസ് കൊണ്ടുവരും. എന്താണ് ടാസ്ക് എന്നുള്ളതൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ 3 പേരായിരിക്കും. ആദില ക്യാപ്റ്റൻ ആവുകയാണെങ്കിൽ എന്തായിരിക്കും നടക്കുക? നല്ല രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് കുടുംബാംഗങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നത്. ലക്ഷ്മി ആവുകയാണെങ്കിൽ അത്ര തന്നെ, ജിസേൽ ആവുകയാണെങ്കിലും നല്ല ബോൾഡായിട്ട് പല കാര്യങ്ങളും ചെയ്യും എന്നൊക്കെയാണ് പറയുന്നത്. 3 പേരിൽ കുറച്ചുകൂടി ബെറ്റർ ആദില ക്യാപ്റ്റൻ ആവുന്നതായിരിക്കാം. എന്താണെങ്കിലും നമുക്ക് നോക്കാം ആരാണ് ക്യാപ്റ്റനായിട്ട് വരുന്നത്. 3 ക്യാപ്റ്റൻ ആയാലും 3 കണക്ക് തന്നെ ആയിരിക്കും. കളിയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാവും നോക്കാം. എന്നാൽ ഈ 3 പേരിൽ ഇവർക്ക് ഗുണമുണ്ടാവും, ഇമ്മ്യൂണിറ്റി കിട്ടും. അടുത്ത ആഴ്ചയിൽ നോമിനേഷനിൽ വരില്ല. മാക്സിമം ജയിക്കാൻ വേണ്ടി തന്നെയാണ് ജിസേൽ ശ്രമിക്കുന്നത്. സേഫ് ആവണം എന്നുള്ളൊരു ഉദ്ദേശം ഇവർക്കുണ്ട്. ലക്ഷ്മിക്ക് തീരെ താല്പര്യമൊന്നുമില്ല ക്യാപ്റ്റൻ ആവാനായിട്ട്. എല്ലാവരും കൂടി പിടിച്ച് ക്യാപ്റ്റൻസിയിലേക്ക് ഇട്ടിരിക്കുകയാണ്. ആദിലൊക്കെ ആഗ്രഹമുണ്ട്, പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇമ്മ്യൂണിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അടുത്ത ആഴ്ച എവിക്ഷൻ നോമിനേഷനിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവരിൽ ആരായിരിക്കും ക്യാപ്റ്റനായി വരുന്നത് കാത്തിരുന്ന് തന്നെ കാണാം. ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിലുണ്ടാകും. ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.